നിമിഷ ഇതെന്നാ പുറത്തിറങ്ങിയിരിക്കുന്ന കാറ്റ് കൊണ്ടോണ്ടിരിക്കണോ? ചുമ്മാ ഓഫൊക്കെ അല്ലേ, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാറ്റൊക്കെ കൊള്ളാടെന്ന് ഓർത്തു. എന്നും രാവിലെ ഇത് ഡ്യൂട്ടിക്ക് പോവുക തിരിച്ചു വരിക, തണുപ്പാട്ടോ, നല്ല തണുപ്പുണ്ട് പുറത്ത്. ജസ്റ്റ് ഞങ്ങളത് പുറത്തിറങ്ങി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അല്ലേ ഇരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ സമയം ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്ക് ഓഫൊക്കെ ആണെങ്കിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, കാര്യങ്ങളൊക്കെ പറയും. നല്ല തണുപ്പുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇപ്പം നമ്മുടെ ഇവിടെ എക്സ്ട്രീം തണുപ്പായി കേട്ടോ. സണ്ണിയാണ് എന്നാലും പക്ഷെ നല്ല തണുപ്പാട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും തണുപ്പുണ്ടല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നീ ജാക്കറ്റ് ഇടുന്നില്ലേ? ജാക്കറ്റ് ഇടാൻ പോകും. നമ്മളിപ്പോ ഉടനെ അകത്ത് കയറില്ലേ? അകത്ത് കയറും. എന്നെ ഇന്നത്തെ പരിപാടി എന്നാന്ന് പറ. ഇന്ന് എൻ്റെ ഒരു കുക്കിംഗ് ആണ് കേട്ടോ. അതെ, അതങ്ങനെ ഒരുപാട് നാളുകളായി നിമിഷ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടല്ലേ. നമ്മളോട് ഒത്തിരി പേര് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് റെസിപ്പീസ് ഒക്കെ കണ്ട് കുറെ പേരൊക്കെ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല നിനക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട്, കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. നല്ല എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ചോദിച്ച റെസിപ്പീസിന്റെ കുറച്ചൊക്കെ നമ്മൾ ചെയ്തും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. അപ്പം ഒരു സീ ഫുഡ് ആണ്. ചിലപ്പം കുറച്ച് പേർക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ ഓഫിന് ഞാൻ പ്രോൺസിലായിരുന്നു. ഇപ്രാവശ്യം വേറൊരു സീ ഫുഡാണ്. എന്തോ വിചായ പറ. ക്രാബ്. നല്ല സൂപ്പർ ഞണ്ട്, ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇന്നലെ നമ്മൾ പോയപ്പോൾ ഫ്രഷ് ഞണ്ട് ഇവിടെ കിട്ടിട്ടോ. ഭയങ്കര വലിപ്പമുള്ളതല്ല, ചെറിയ മീഡിയം കുഞ്ഞു സൈസ് ഞണ്ട്. കായലിലാണോ അതോ വലിയ കടലിലാണ്ടായിരിക്കും, അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കുഞ്ഞു ഞണ്ട് എവിടെയാണ്, കായലിലാണോ കടലിലാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ രണ്ട് സൈസും കടലിലും കായലിലും കിട്ടും. വലിയ ഇത് ചെറിയ ഞണ്ടാന്നുള്ളത്. ചെറിയ ഞണ്ടാണ്, ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ചെറിയ ഞണ്ടാണ്. അപ്പം അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് വേണ്ട സാധനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെയും കൂടെ നമ്മൾ ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാന്ന് പറഞ്ഞു കേട്ടോ. അതൊരു തിരുവനന്തപുരം സ്റ്റൈലാണ് കേട്ടോ. ഇന്നൊരു തിരുവനന്തപുരം സ്റ്റൈല് ക്രാബ് റോസ്റ്റ് ആണ് കേട്ടോ. എത്ര നാളെ ഞണ്ട് വെച്ചിട്ടല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ അധികം കിട്ടാറില്ല കേട്ടോ. പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോ ഇത് എന്തായാലും മേടിച്ചേക്കാന്ന്. ഞങ്ങൾക്ക് ഓൾറെഡി പ്രോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ പ്രോൺസ് ഉണ്ട്, പിച്ചാൻ പറഞ്ഞു എന്നാലും മേടിച്ചേക്കാടി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോൺസ് ആണെങ്കിൽ ഒരു ദിവസം മൊത്തം കിള്ളി പോവും. അതുകൊണ്ട് ഞണ്ടായതുകൊണ്ട് ഒരു 10 മിനിറ്റ് പരിപാടി ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. തുടങ്ങിയാലോ, അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഭയങ്കര ഈസി റെസിപ്പിയാണ്. തുടങ്ങിയാലോ പക്ഷേ സ്പെഷ്യൽ തിരുവനന്തപുരം സ്റ്റൈൽ ക്രാബ് റോസ്റ്റ് അല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ പയറൊക്കെ കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ, ഫുള്ള് കരിഞ്ഞുണങ്ങി ഫുള്ള് പോയിട്ട് പയറൊക്കെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ പറിക്കുന്നില്ലായിരുന്നേ. അപ്പൊ അങ്ങനെ തന്നെ കുറെ പയറൊക്കെ കിടക്കുകയാണ്. പിന്നെ ഇന്ന് ഇച്ചിരി വെയിലുണ്ട് പുറത്ത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തുണിയൊക്കെ അലക്കി പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെയിൽ, അത് കുറച്ച് നേരത്തേക്കേ കാണുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ അതങ്ങ് പോകും കേട്ടോ. പക്ഷെ ആ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം അങ്ങനെ അങ്ങ് യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. കാണിച്ചുതരാം കേട്ടോ. അതെ, ഇത് നമ്മുടെ ഞണ്ട് ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ഞണ്ടാണേ, ഇതുണ്ടോ, ചെറിയ ഞണ്ടാണ്, നല്ല സൂപ്പർ ആയിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സവാള. ഞാൻ നല്ല വലിയ 2 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, നമ്മുടെ ഇവിടെ ഉണ്ടായ പച്ചമുളകാണ്. പല പല മുളകുണ്ട് ഇവിടെ, ഞാൻ അതെല്ലാം എടുത്തിട്ടത്. ഇതൊരു മുളകുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ സ്വന്തം പച്ചമുളകാണ്, നമ്മുടെ സ്വന്തം കരിയാപ്പില. പിന്നെ മുളക് മേടിച്ചിട്ട് ഇവിടെ ഇപ്പൊ എനിക്ക് 4-5 മാസമല്ലേ. അതെ, ഇഷ്ടം പോലെ മുളക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇത് തക്കാളിക്ക് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി വലുത് കേട്ടോ, ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞായിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പൊടികൾ ഞാൻ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ പറയാം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. ഇതിനകത്ത് വെച്ചാൽ പോരെ ജയ? ഇതിനകത്ത് വെക്കാനേ, അതാകുമ്പോൾ ഇച്ചിരൂടെ എന്താ പറയാ വിസ്താരം. കറിയല്ലല്ലോ, റോസ്റ്റ് അല്ലേ, അപ്പൊ നമുക്ക് ഒരു കടായിക്കകത്ത് തന്നെ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ കടായി വെച്ചു, ചൂടാക്കുന്നു. ഒലിവ് ഓയിൽ ഇടണമെന്ന് മാത്രം പറയരുത്. ഇവിടെ ഇപ്പൊ നമ്മള് ഭയങ്കര ഹെൽത്ത് നോക്കുന്ന ആൾക്കാരായോണ്ട് ഇച്ചാൻ എല്ലാത്തിനും അത് ഒലിവ് ഓയിൽ മതി കേട്ടോ. ഒലിവ് ഓയിൽ അല്ല, സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ വെളിച്ചെണ്ണയിലൂടെ വെജിറ്റബിൾ ഓയിലാണ്. അപ്പം കടായി ചൂടാക്കുക, എണ്ണ വയ്ക്കുക. എന്താ ഇന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചോണ്ട് നമ്മുടെ റാസ്ബെറി ആണ് കേട്ടോ. മുരക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂബെറി
കഴിഞ്ഞ താളത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ മിറക്കുട്ടൻ്റെ എങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കമന്റ് ചെയ്ത് എന്തെല്ലാം മിറക്കുട്ടൻ എന്ന് പറയുന്നതെന്ന് അല്ലേ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മള് നമ്മുടെ വായിൽ വരുന്നത് പറയുന്നുള്ളൂ. റീവാണ് കൊതിയൻ ശരിക്കും. അതെ അതെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടം അവന്. കാരണം വെച്ചാൽ അവന്റെ കാര്യം നമ്മൾ അധികം നോക്കേണ്ട കാര്യമില്ല, കാരണം അവന് ഏകദേശം എല്ലാം കഴിക്കും. നമ്മൾ മിറേനെ കാരണം അവള് ഭയങ്കര ചൂസിയാണ്, ഭയങ്കര പിക്കിയാണ് അവൾ. അപ്പൊ അവള് സാധനങ്ങളൊക്കെ അവള് ഭയങ്കര ചൂസ് ചെയ്ത് എടുക്കുള്ളൂ, ചില സാധനങ്ങളെ കഴിക്കുള്ളൂ. റീവിനെ സംബന്ധിച്ച് അവൻ നമ്മൾ കൊടുക്കണൊക്കെ ഏകദേശം കഴിക്കുന്നതാണ്. അതായത് മിറ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അവളൊന്നും കഴിക്കില്ല. റീവ് പക്ഷെ അങ്ങനെയല്ല, അവന് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും കഴിക്കുന്നതാണ്. നമ്മളെ അധികം അവന് ബുദ്ധിമുട്ടിക്കാറില്ല. മറ്റവളെ പുറകെ നമ്മൾ ഇങ്ങനെ നടക്കണം. അപ്പൊ നമ്മളിങ്ങനെ മിറ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ കാര്യമാണ്. അതാണ് മെറക്കൂട്ടന് ഇഷ്ടം, മെറക്കൂട്ടൻ ഇഷ്ടം. അല്ല ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്ക് റീവൂട്ടനും മെറക്കൂട്ടനും എല്ലാം രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതെല്ലാവർക്കും അങ്ങനെയാണ്, അവരുടെ മക്കളെല്ലാം ഒരുപോലെയാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. മടിയെടുത്ത് അടിക്കാൻ പോകണം. നീയോ തരട്ടെ? എണ്ണ ഒഴിക്കാം, ആദ്യം എണ്ണ ഒഴിക്കട്ടെ, എന്നിട്ട് തരാം. എണ്ണ ഒഴിക്കാനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ അല്ലേ? 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, മസ്റ്റ് ആയിട്ട്. നമുക്കിവിടെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, തീർന്നു പോയി. മേടിക്കണം കേട്ടോ, പക്ഷേ നമ്മൾ ഇതുവരെ മേടിച്ചില്ല അല്ലേ? ഞങ്ങൾ അങ്ങനെ ഇതാകുമ്പോ നമുക്ക് എളുപ്പമാണ്. മറ്റത് വെളിച്ചെണ്ണ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കിട്ടും കേട്ടോ, പക്ഷെ തണുപ്പത്ത് ഇത് ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. പിന്നെ നമ്മളത് ഉരുക്കാൻ പോകണം, പിന്നെ നമ്മൾ വേറെ പാത്രത്തിനകത്ത് ആക്കി നമ്മൾ സെപ്പറേറ്റ് അവനകത്ത് വെച്ച് നമ്മൾ ചെയ്യണം. അതിനേക്കാളൊക്കെ നല്ലത് ഇതാകുമ്പോൾ നമുക്ക് നേരെ ഇത് അങ്ങനെ കട്ടിയാവത്തില്ല കേട്ടോ. അപ്പൊ അടുത്ത് നമ്മൾ എണ്ണ ചൂടായേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാണേ. നമ്മുടെ ഞണ്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി, ഫസ്റ്റായിട്ട് ഇടണം അല്ലേ? അതെ അതെ, ഞാൻ അങ്ങനെ കടുക് ഇടുന്നില്ല കേട്ടോ, ഞാൻ റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കടുക് ഇടുന്നില്ല. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കടുക് ഇടും, റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കടുക് അങ്ങനെ ഇടുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറണോടെ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് മസ്റ്റായിട്ട് നന്നായിട്ട് എന്തോരം ഇട്ടാലും നല്ലതാണ്. അത് ഞാൻ വെളുത്തുള്ളിനേക്കാളും കൂടുതൽ എടുത്തേക്കണം ഇഞ്ചിയാണ് മെയിനായിട്ട് വേണ്ടത്. ഇങ്ങനത്തെ റോസ്റ്റിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ടേ. പിന്നെ നമ്മുടെ സവാള ഞാൻ ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ടൊന്ന് വാടണേ നമ്മുടെ സവാള. ഡ്രസ്സൊക്കെ അടിപൊളിയാണല്ലോ പക്ഷേ. താങ്ക് യു. നല്ല കളറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. എവിടുന്ന് എപ്പം പോയി മേടിക്കുന്നത് നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ. അതൊക്കെ എന്റെ സീക്രട്ട് ഷോപ്പിംഗ് ആണ്, ഷോപ്പിംഗ് ആണ്. ഞാൻ ഇട്ട് കാണുമ്പോ ഞെട്ടിപ്പോവും. ആ ഒരു ഞെട്ടലില്ലേ, ചേട്ടൻ ഞെട്ടിയില്ലായിരുന്നു എന്നെ കണ്ടപ്പോ ഞാൻ ഒന്ന് ഞെട്ടിയായിരുന്നു. ആ ഞെട്ടലാണ്, ആ ഞെട്ടലിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇവിടുന്നൊക്കെ ഒരു സാധനം മേടിക്കട്ടെ. മിക്കവാറും ഓൺലൈനാന്ന് എനിക്ക് തോന്നുന്നു സംഭവം അല്ലേ? നമ്മുടെ ബജ്ജിമുളക് അതൊക്കെ തോന്നും കേട്ടോ, പക്ഷെ ബജ്ജിമുളക് അല്ല, ഇച്ചിരി എരിവൊക്കെ ഉള്ള മുളകാണ് കേട്ടോ. പക്ഷെ ഭയങ്കര എരിവില്ല, ഞങ്ങൾ അതുകൊണ്ടാണ് ഇത് മൊത്തം അങ്ങ് ഇടുന്നത്. വലിയ എരിവില്ല, നല്ല ടേസ്റ്റാ, കറിക്ക് നല്ല ടേസ്റ്റ്. നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയി കറി. ഇതിന്റെ പേര് അറിയാവുന്ന കമന്റ് ചെയ്യണം കേട്ടോ, നമുക്ക് അറിയത്തില്ല ഇതിന്റെ പേര്. ഈ മുളകിന്റെ പേര് ഞാൻ മേടിച്ചപ്പോ ഓർത്താ കണ്ടായിരുന്നു. അതുപോലെ ഈ മുളകും ഞാൻ ഈ മുളക് കണ്ടിട്ടേ ഇല്ല, ഇങ്ങനത്തെ ഒരു മുളക്. ഇതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും ഇത് എന്ത് മുളക് അറിയാം. ഇവനൊന്ന് വയ്യൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, വാടി വരുന്നുണ്ട്. നമ്മളെ നല്ല അടിപൊളിയായിട്ടൊന്ന് വരുന്നതേ ഉള്ളൂ. ഈ നമ്മുടെ ഈ പാത്രത്തിൽ പെട്ടെന്നാവും കേട്ടോ. ഞാൻ ഇന്ന് ചേട്ടൻ വിളിച്ചപ്പോഴും പറഞ്ഞു അവനോട് ഇങ്ങനത്തെ പാത്രങ്ങൾ വേണമെങ്കിൽ കുറച്ച് മേടിച്ചോണ്ട്. എന്ത് നമ്മൾ ഇട്ടതേ ഉള്ളൂ, ഉടനെ ആയി എന്നുള്ളതാണ്. ഏകദേശം നമ്മുടെ സവാളയൊക്കെ കളർ മാറി വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇത് ഇടാം കേട്ടോ, പച്ചമുളക് ഇടാവേ. അധികം മസാലയൊന്നും ഇടാതിരിക്കുന്ന തന്നെ കേട്ടോ അല്ലെ, ക്രാബ് റോസ്റ്റിന് നല്ലല്ലേ? പക്ഷെ പച്ചമുളക് അല്ല, മുളക് നന്നായിട്ട് വേണം കേട്ടോ. എവിടുന്ന റെസിപ്പി നീ പഠിച്ചത്? ക്രാബ് റോസ്റ്റ് ആണോ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. നമ്മളൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് തന്നെ ഉണ്ടാക്കിയൊക്കെ നോക്കുമ്പം എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നന്നായി വരും. ഞാൻ പറയട്ടെ, ഇപ്പം ഈ ലോകത്തുള്ള എല്ലാവരും ഉണ്ടാക്കുമ്പോഴും പലരും ഉണ്ടാക്കുന്ന പല രീതിയിലാണ്. അതിപ്പോ നമുക്കിപ്പോ ഒരാളൊരു റെസിപ്പി ആയിട്ട് കാണിക്കുന്നു എന്നുള്ളത് ഇപ്പം മറ്റുള്ളവർ ചിലപ്പം വേറെ ഇത് തന്നെ ഉണ്ടാക്കിയാലും വേറെ ടേസ്റ്റ് ആയിരിക്കും വരിക കേട്ടോ. നമ്മൾ ഈ തന്നെ പഠിക്കുന്നതാണ് ഇതൊക്കെ.
പിന്നെ ഞാൻ കുഞ്ഞിലെ ഒന്നും അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല. മമ്മി ഒന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ തന്നെയൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മമ്മി പണ്ടേ പറയുന്ന തന്നെ ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ പഠിച്ചോളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും അതിനുള്ള സമയമില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയല്ല, രാവിലെ മമ്മിക്ക് ജോലിക്ക് പോകണ്ടേ, അപ്പം മമ്മി പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി നമുക്കും പൊതി കെട്ടി തന്നെ അങ്ങ് വിടും. അങ്ങനെ ഞാൻ പറയുന്നില്ല. അതൊക്കെ എന്റെ അമ്മയെ കാപ്പി വേണം പോയിട്ട് കുടിക്കടാ പറഞ്ഞാട്ടോ. അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്ക് ഈ ഫുഡിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. വീട്ടിലൊരാൾ വന്നാലും ഞാൻ വന്നു പോയി നാരങ്ങയോളം ഉണ്ടായി. കാരണം 2 ഗ്ലാസ് എനിക്ക് കുടിക്കാലോ, 2 പേരായിരിക്കും, അല്ലെങ്കിൽ ഒരാളായിരിക്കും വന്നേക്കുന്നത്. ഞാൻ 5 ഗ്ലാസ് ഉണ്ടാക്കും, ഒരാൾ 1 ഗ്ലാസ് അവർക്കും കൊടുക്കും, 4 ഗ്ലാസ് ഞാനും കുടിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തോടുള്ള കൊതി കൊണ്ട് അല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ മമ്മിയുടെ സമയം കൂടെ പോകും. അപ്പൊ അതിനൊക്കെ നല്ലത് മമ്മി തന്നെ എല്ലാം നേരത്തെ ഉണ്ടാക്കി പൊതുവെക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ലല്ലോ. നമ്മളീ തൂക്കുക അതൊക്കെയായിരുന്നു പണ്ടേ നമുക്കറിയാവുന്ന ഒരു പണി. തൂക്കുക അല്ലേ? ഈ പച്ചമുളക് സാധാ പച്ചമുളക് കിട്ടാൻ കേട്ടോ. നിങ്ങൾ ഇത് വെറൈറ്റി ഇടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ ഒരു ഇഷ്ടം പോലെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വാരിക്കോരി ഇട്ട് തീർക്കുന്നുള്ളൂ കേട്ടോ അല്ലേ. കുറച്ച് കരിയാപ്പില ഇടുവാണേ. നേരത്തെ പറിച്ചു വെച്ച കരിയാപ്പിലയാണ്. അതെ, നമ്മുടെ നാട്ടിലെ പോലെ ഓടിച്ചൊന്ന് പറിച്ചിടുവല്ല കേട്ടോ. അങ്ങനെയില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറിച്ചു വെച്ച കരിയാപ്പില എടുത്തിട്ടതാണ് കേട്ടോ. അരിഞ്ഞു വെച്ചേക്കണ തക്കാളിക്കയും കൂടെ ഇടുവാണേ. തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. ഒരു വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതേ. തീരെ പഴുത്തല്ല, ഇച്ചിരി എന്താ പറയാ മീഡിയം ആണ്. അപ്പം നമ്മുടെ ഈ തക്കാളിക്ക് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടേ. നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ ഇട്ടുകൊണ്ടിട്ടുവാണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. മല്ലി ക്രാബിന് സാധാരണ മസ്റ്റാട്ടോ. അതെ, മല്ലി വേണം, മസ്റ്റാണ്. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണേ. അപ്പോൾ ഒത്തിരി എരിവ് വേണ്ടവർക്ക് മറ്റേ എരിവുള്ള മുളക് പൊടി ഇടാം. ഞാൻ ഓൾറെഡി ഇത്രയും മുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇടുന്നത്. ഒരു 1.25 കേട്ടോ. 1.5 ടീസ്പൂൺ അല്ലേ? ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ ഞണ്ടും ഏകദേശം 1 കിലോ അല്ലേ? 1 കിലോ ഞണ്ട്. അതിന്റെ ക്ലീനിങ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 1 കിലോ താഴെ വരും കേട്ടോ. അതെ. പിന്നെ ഇച്ചിരി മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാല ഇതിനകത്ത് മസ്റ്റാണ്. 1.5 ടീസ്പൂൺ മീറ്റ് മസാല. പിന്നെ ഇച്ചിരി പെപ്പർ പൗഡർ ലാസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടോ. 1 ടീസ്പൂൺ പെപ്പർ അല്ലേ? നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. പൊടിയായോണ്ടേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ പൊടി ഒന്ന് മൂക്കണോടെ വരെ നന്നായിട്ട് ഇളക്കാം കേട്ടോ. നന്നായിട്ട് പിടിച്ച് നല്ല മസാല വേണം ഞണ്ടിനെ. ഇപ്പം നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കണം, അപ്പം നല്ല മസാല ഇരിക്കണം നമ്മുടെ ഞണ്ടിന്, പൊതഞ്ഞിരിക്കണം. ഇപ്പം ഇത്രയും മസാല വേണം. അപ്പം ഞാൻ പറഞ്ഞാൽ മുളക് നമ്മൾ ഇത്ര ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ മുളക് പൊടി എരിവുള്ളത് ഇടാത്ത കേട്ടോ. അപ്പം നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇപ്പോൾ കാശ്മീരിയുടെ കളർ കുറച്ചിട്ട് വേണേ, അല്ലെങ്കിൽ മറ്റേ മുളക് പൊടി ഇടാം, എരിവുള്ള മുളക് പൊടി ഇടാട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇത്രയും മുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ മുളക് ആഡ് ചെയ്യാത്ത കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മുടെ ഞണ്ടിടുക, ഇച്ചിരി ഉപ്പിടുക, അടച്ചു വെച്ച് വയ്ക്കുക. 10 മിനിറ്റോളം എങ്കിലും വേവ് വേണം കേട്ടോ നമ്മുടെ ഞണ്ടിന്. അതുകൊണ്ട് തീരെ ചെറിയ ഞണ്ടാണേ. സാധാരണ നമ്മുടെ മേടിക്കുന്ന വലിയതല്ലേ, മുറിക്കൊന്നും വേണ്ട, ക്ലീൻ ചെയ്തിട്ട് നേരെ ഇട്ടാൽ മതി. പെട്ടെന്നാവും കേട്ടോ. ക്ലീൻ ചെയ്യാൻ എന്നെ എളുപ്പമാണെന്നറിയാം. ഞാനിതിൻ്റെ എന്നാ പറയുക കാലൊന്നും അധികം അങ്ങനെ കളഞ്ഞില്ല, കുഞ്ഞിതല്ലേ. പിന്നെ അതിനകത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലുള്ള ഒരു ചിറക് മാത്രമേ കളഞ്ഞുള്ളൂ കേട്ടോ. ചിറകല്ല, ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയിലെ. ഇതുണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ക്രാബ് ഇട്ട് കൊടുക്കാവേ ഇതിനകത്തേക്ക്. നിമിഷയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ കേട്ടോ ഞാൻ ഈ ക്രാബൊക്കെ കഴിച്ചു തുടങ്ങി. ഞാൻ നമ്മുടെ തൊടുപുഴയിലൊക്കെ ഇത് ഒന്നാമത് കിട്ടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു ആ സമയത്ത്. ഇപ്പം കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്രാബ് നമ്മൾ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വല്ല ഹോട്ടലിലൊക്കെ പോകുമ്പോൾ
ജസ്റ്റ് കഴിച്ചെന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അതുപോലെ ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ അവിടെ ഇങ്ങനത്തെ മീനുകളൊക്കെ ഭയങ്കര സുലഭമാണ്. ആണല്ലേ? ക്രാബ്, ഞണ്ട്, പിന്നെ കല്ലുമ്മക്കായ, അതൊക്കെ ഇല്ലേ, അതൊക്കെ തെരണ്ടി മീന ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. മമ്മിയുടെ ദൂരത്ത് പിന്നെ മീനിന് ക്ഷാമമില്ലല്ലോ അല്ലേ? ഇഷ്ടം പോലെ. നമ്മൾ ഞണ്ടിട്ടു. നമ്മൾ ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പോടെ ഇടുവാണേ കേട്ടോ. ബാക്കി നമുക്കിനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇളക്കും നന്നായിട്ട്. നന്നായിട്ട് നന്നായിട്ട് എല്ലാം ഇളക്കേ. ഇളക്കാൻ പാടാന്ന് പറഞ്ഞു. ഇളക്കാം. അടി പിടിച്ചൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് മേളിൽ കൊണ്ടുവരണം അല്ലേ? അതെ. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ശകലം വെള്ളം ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, മസാല ഒന്ന് ഇതാവാനായിട്ടെ. അത്യാവശ്യം മതിയായിരിക്കും. ഓക്കെ. ഇനി ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുച്ചു അതിനകത്തേക്ക്. ഒഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഒന്നുകൂടെ ഇളക്കിയിട്ട് ഇനി ഒന്നുകൂടെ ഇളക്കിയിട്ട് മൂടി വെക്കാം. 10 മിനിറ്റ് മൂടി വെക്കാം. കുഞ്ഞു കുഞ്ഞു ഞണ്ടാണ് ഇഷ്ടം പോലെ തോന്നുന്നല്ലേ ചായ? അല്ലേ? കുഞ്ഞു ഒരുപാടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചായ? ഒരടപ്പ് വിനാഗിരിയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി വിനീഗർ ഇടണമെന്ന് നിർബന്ധം കേട്ടോ. ഇച്ചിരി പുളി ഇല്ലാതെ വന്നാലോ എന്ന് ഓർത്തിട്ട് അല്ലേ? സീ ഫുഡിന് ഇച്ചിരി പുളി വേണ്ടേ? വേണ്ടെന്ന നിമിഷം പറയുന്നത്. എന്നാണേലും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഒരു കുഞ്ഞൊരു അടപ്പ് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല. അടച്ചു വെക്കാം നിമിഷം. അടച്ചു വെച്ചാൽ അതിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ. അടച്ചോട്ടെ. കാലം വന്നു കേട്ടോ. ഒരു ഇച്ചിരി ഒരു കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുന്ന മെയിൻ കാര്യം ഇതാണ്. ഇവിടെ ഒരു തുള്ളി വീണ അപ്പം അത് പോയി തുടക്കും കേട്ടോ. ഒരു തുള്ളി പോലും വീഴും. നമ്മൾ ഓർക്കും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തുടങ്ങാം. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ. ഇവിടെ ഒരാൾ എൻ്റെ പുറകെ നിൽക്കും, ഞാൻ ഏതെങ്കിലും ഒരു തുള്ളി എവിടെയെങ്കിലും വീഴുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കേട്ടോ. ആരെങ്കിലും ക്ലീൻ ചെയ്യേണ്ട ഒരാള്. അത് ഇനി ഞാൻ ഇപ്പം പറയിച്ചാൽ ഞാൻ കറി ഉണ്ടാക്കി കഴിയട്ടെ, അതിനുള്ള സാവധാനം എനിക്ക് തരത്തില്ല. ഒരു പൊടി നമ്മൾ ഈ പണ്ട് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ വന്നപ്പോഴേ നമ്മൾ ഹോട്ടലിലൊക്കെ ജോലി ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ജോലി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാലേ നമുക്കൊരു സമാധാനം ഉണ്ടാകും. ജോലി കഴിയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, അത് നമ്മൾ പഠിച്ച ശീലം ചെയ്യുന്നു. പിന്നീട് എപ്പോഴും വൃത്തിയായിട്ട് നടക്കൂട്ടോ. നമ്മുടെ പാതൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒരാൾ മിസ്റ്റർ ഔസേപ്പ് സമ്മതിയില്ല. അതെ, ഇവിടെ അതിനെ കളിയാക്കുന്ന OCD എന്നും പറഞ്ഞോ. എന്നാണേലും ക്ലീൻ ആയാൽ മതി. നമ്മുടെ ശോശാമ്മയുടെ കൊച്ചായോ എൻ്റെ ചേച്ചി ഡെലിവറി കഴിഞ്ഞോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. പെൺകൊച്ചാണ്, പെൺകുട്ടിയാണ്. നമ്മുടെ കുടുംബത്തേക്ക് ഒരു ബേബി ഗേളും കൂടെ വന്നു കേട്ടോ. അതെ, നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ബേബി ഗേൾ വന്നു കേട്ടോ. അല്ലെ, അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ശോശുവിന്റെ വീഡിയോയിലും. അതെ അതെ, അവള് വീഡിയോ ഇനി ഇടൂട്ടോ. അവൾക്ക് ഇപ്പം ആയത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ വേണമല്ലോ. സമയം കിട്ടി കഴിയുമ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ആഴ്ച അടുത്ത ആഴ്ച നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതെ, നമ്മൾ ഇനി പോകുമ്പോൾ നമ്മള് വീഡിയോ ഒക്കെ ഇടാം. നമ്മൾ ആദ്യം അങ്ങനെ അതെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവൾക്ക് കുറച്ച് സമയമൊക്കെ വേണമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് അവള് പതുക്കെ ഇടും കേട്ടോ വീഡിയോ ഒക്കെ. എന്തായാലും അമ്മയും കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവള് പറയൂടാ കാരണം നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒത്തിരി വീഡിയോയുടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിമ്മിയുടെ ഡെലിവറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. നന്നായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ മീൻ വെട്ടുമ്പം മത്തിത്തലയിലേക്ക് നോക്കി പൂച്ച നിൽക്കുന്ന പോലെ നിമിഷ എടി നോക്കി നിന്നാൽ വേവൂല. കാണാലോ സംഭവിക്കുന്നത് കാണാൻ 5 മിനിറ്റ് ആണ് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത്. എനിക്ക് എൻ്റെ ഈ കളർ മാറി ആ ഒരു ഓറഞ്ച് കളറില്ലേ നമ്മുടെ ഞണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് കളർ ഞണ്ടാണേലും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം അതിന്റെ കളർ മാറി ഓറഞ്ച് കളറാവും. കാലിന്റെ നിറം മാറുന്നുണ്ട്. അതാണ് മെയിൻ ഒരു അട്രാക്ഷൻ. ഇത് ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുവാണേ. 8 മിനിറ്റ് കഴിഞ്ഞു, നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സംഭവം ഏതായാലും വെന്തിട്ടുണ്ട്, ഇനി വേകാനൊന്നുമില്ല. അതിന്റെ ആ ഞണ്ട് വെന്ത് കഴിയുമ്പോൾ അതിന്റെ കളർ മാറുന്നത് കേട്ടോ നിങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാവും ഞണ്ട് വെന്തു എന്ന് മനസ്സിലാവും. ഇളക്കി കൊടുക്കുവാണ് നന്നായിട്ട്. ഒന്നുകൂടെ ഒന്ന് എല്ലാം ഇതാവാനായിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കണേ. ഏകദേശം ആയി, വെന്തിട്ടുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റ് അല്ലേ. ഉപ്പ് നോട്ടെ. നല്ല ശകല ഉപ്പൂടെ ഞാൻ ഇടുവാണേ. ഏകദേശമായി നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഞണ്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ലാസ്റ്റ് നമുക്ക് ഇടാനുള്ള 2 സാധനങ്ങൾ. ഒന്ന് പെരിഞ്ജീരകം കേട്ടോ. പെരിഞ്ജീരക പൊടി മസ്റ്റാണ് ഞണ്ടിന്. 1/2 ടീസ്പൂൺ മതി കേട്ടോ.
പിന്നെ കരിയാപ്പില ലാസ്റ്റ് ഒന്നുകൂടെ കരിയാപ്പില ഒന്ന് ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മളങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അത് കഴിഞ്ഞാൽ പരിപാടിയായി. ആ സമയത്തിന് വേണമെങ്കിൽ പൊറോട്ട കൂടെ ചൂടാം അല്ലേ? അതെ, പൊറോട്ട അപ്പോഴത്തേക്കും നമുക്ക് ആക്കാവേ. പൊറോട്ട കൂടെ ചുട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഞണ്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ അവസാനം വട്ടം ഇളക്കാം കേട്ടോ. എനിക്ക് നല്ല ഞണ്ടിന്ന് നല്ല വെള്ളമൊക്കെ ഇറങ്ങിയല്ലേ, സൂപ്പർ ഗ്രേവി ആയി കേട്ടോ. ഗ്രേവിയും എന്നാ ഇച്ചിരി ഡ്രൈയും ആണ് ഒരുപോലെ നമ്മളപ്പത്തേക്ക് ഒരു റോസ്റ്റ് പരിവോട്ടോ കുഞ്ഞു പൊറോട്ടയും കൂടെ ചൂടുവാണ് കേട്ടോ, ക്രാബിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നല്ലൊരു പരിവായി. നമുക്കിനി പതുക്കെ ഓഫാക്കാവേ. അടിപൊളി സൂപ്പർ പരിവായി. ഞണ്ട് റോസ്റ്റ് റെഡി. അങ്ങനെ നമ്മൾ പൊറോട്ടയും ഇച്ചിരി നിമിഷയുടെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ആദ്യം ഒരു ഇച്ചിരി ഗ്രേവി തന്നെ ടേസ്റ്റ് ചെയ്യാലോ. പക്ഷേ പുതിയൊന്നും നല്ല അധികം ഗ്രേവി ഒന്നുമില്ല, കാരണം എന്താ പറയാ അല്ലേ, ഞണ്ടാണ് ഇതിന്റെ താരം. ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞണ്ടിന്റെ കാലെടുത്ത് കടിക്കും. ഞണ്ട് കഴിക്കാനൊരു ഇച്ചിരി പണിയാ, സമയം എടുത്ത് കഴിക്കേണ്ട സംഭവം അല്ലേ. നല്ല ചെറിയ ഞണ്ടാണെങ്കിലും നല്ല മീറ്റ് ഉണ്ട് കേട്ടോ, നല്ല റിച്ച് മീറ്റ്, നല്ല ഇറച്ചി ഉണ്ട് കേട്ടോ എൻ്റെ കേട്ടോ. ഇത് എൻ്റെ ചെസ്റ്റ് പീസ് ആണ്ടോ. ആഹാ അടിപൊളിയല്ലേ. മസാലയൊക്കെ അതിൻ്റെ അത് നന്നായിട്ട് പിടിച്ചിട്ടോ. പക്ഷേ നല്ല വരണ്ടാണ് ഇരിക്കുന്നത്, നല്ല മസാലയൊക്കെ നല്ല പെരണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്, പൊതഞ്ഞിരിക്കും അല്ലേ. അതെ. അപ്പം നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ തണുപ്പും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് സെറ്റ് ആവും കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കി വെക്കണ പോലെ തന്നെ പെട്ടെന്ന് അതങ്ങ് സെറ്റ് ആവും കേട്ടോ. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഷെല്ലോട് കൂടി വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ. പക്ഷേ ആ ചെസ്റ്റ് ഭാഗം കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കാലൊന്നും കഴിക്കാൻ പറ്റില്ല, ചെസ്റ്റ് കഴിയാണ്, ചെറിയ ചെറിയ ഷെല്ല. പക്ഷെ എന്നാലും ഭയങ്കര രുചി, ഒന്നും പറയാനില്ല. പൊറോട്ടയും ഇതും കൂടെ നല്ല ടേസ്റ്റ്. അതിൻ്റെ ആ ജ്യൂസ് എല്ലാം ആ ഞണ്ട് കറിക്കകത്തേക്ക് ഇറങ്ങി സൂപ്പർ കോമ്പിനേഷൻ അല്ലേ. നീ ചോദിച്ചോ ഇനി? അല്ല പൊളിയല്ലേ. അടിപൊളി. ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തു കേട്ടോ. 20 മിനിറ്റത്തേക്ക് മറ്റേ ഈ കറുമുറ സൗണ്ട്. അതെ അതെ, രണ്ടുപേർക്ക് അനക്കമില്ല, കുറച്ച് ആ ഒരു ഒച്ച മാത്രം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നൊന്നുമില്ല. അതെ അതെ, ഞങ്ങൾ ഏകദേശം കഴിച്ച് തീരാറായിട്ടോ അല്ലേ. ഞങ്ങൾ ഉണ്ടാക്കിയ വിധം അല്ലേ, ഞങ്ങൾ പറയാമല്ലോ ചെറിയ ഞണ്ടായതുകൊണ്ട് നമുക്കിത് മൊത്തത്തിൽ കടിച്ച് ചവച്ച് അരച്ച് തിന്നാം കേട്ടോ. കാരണം വലിയ കട്ടിയില്ല ഷെല്ലിന്, നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ അകത്ത് നിറച്ച് റിച്ച് ആയിട്ടുള്ള മീറ്റും ഉണ്ട്. അതെ അതെ അതെ, ഏതായാലും ഈ അടി പൊളിച്ച നിമിഷം സൂപ്പർ ആയിട്ടുണ്ട്. ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ, ഞങ്ങൾ ഉണ്ടാക്കിയ സംഭവം എന്തായിരുന്നോ, ഓൾറെഡി ഇത്രയായിട്ടോ, തീരാറായി, ഇനി ഇത്രയും കൂടെ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് കാരണം ആദ്യം ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്നാ ഓർത്തേക്കാന്ന് കഴിച്ചേക്കാന്ന് ഓർത്ത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് കാരണം ചൂടോടെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അങ്ങനെ ക്രാബൊക്കെ കഴിച്ചിട്ട് നിമിഷം ഒരു ഓറഞ്ച് കഴിക്കുകയാണ് കേട്ടോ. എന്തിനാ നിമിഷം? മധുരത്തിനായിട്ട് എരിവുണ്ടായിരുന്നു കേട്ടോ, ഇച്ചിരി എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മരുന്ന് ചെറുതായിട്ട് ഒരു ഓറഞ്ച് കൂടെ കഴിക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഇത്രയും അടിപൊളിയാവും നമ്മൾ ആരും വിചാരിച്ചില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എന്ത് പെട്ടെന്ന് അറിയാം, ഞണ്ട് വേവാൻ അധികം സമയവും വേണ്ട കേട്ടോ, അതുപോലെ ക്ലീൻ ആക്കാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതെ ക്രാബൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അയ്യോ ക്രാബ് ഉണ്ടാക്കാൻ പാടാന്നൊന്നും ഓർത്ത് ആരും ഇരിക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് തന്നെ നമുക്ക് ഞണ്ട് കറിയായിട്ടും വെക്കാട്ടോ. അപ്പൊ നമ്മൾ ഇച്ചിരി ഒക്കെ വെള്ളമൊക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ പക്ക ഞണ്ട് റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാണ്, ഗ്രേവി അധികം ഇല്ലാണ്ട്, തണുപ്പൂടെ ആയിട്ട് പെട്ടെന്ന് ഇതങ്ങ് സെറ്റ് ആവും കേട്ടോ. നല്ലതായിരുന്നു, നമ്മൾ കഴിച്ചു. ഇനിയിപ്പോ ഒരു ഓറഞ്ച് കൂടെ കഴിച്ച് ഇന്നത്തെ ഫുഡ് അങ്ങ് തീർക്കാം. നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്തേക്കാം കേട്ടോ.
അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിള്ളേരിന്നില്ല, രണ്ടുപേരും സ്കൂളിൽ പോയേക്കാണ്. അവര് അടുത്ത വീഡിയോസിൽ അവർ വരുമ്പോൾ കാണിക്കാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നിമിഷയുടെ ചേച്ചിക്ക് ഒരു വാവയൊക്കെ ഉണ്ടായി, ബേബി ഗേൾ ആണ് നിമിഷ പറഞ്ഞതുപോലെ. നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് അവര് വരുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പം നമുക്കും അവിടെ ചെല്ലുമ്പം നമ്മുടെ ബേബീനെയൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ. ഇവിടെ കുക്കിങ്ങിനെ പോലെ നമ്മുടെ മമ്മിയുടെ ചാനലിലും നല്ല കുക്കിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓസി അമ്മ ഫാമിലി വ്ലോഗ്സ്, അതിനകത്ത് നല്ല അടിപൊളി കുക്കിങ്ങും അമ്മ അവിടെ വീഡിയോസ് ഒക്കെ ഇട്ട് തകർക്കാണ്. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ അത് കാണുമ്പോൾ ഒരു പ്രത്യേക, നമുക്കാണേലും നമ്മുടെ തൊടുപുഴയിലെ കാണുമ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇച്ചായ തൊടുപുഴയിലൊന്നും പോകാൻ, കാരണം ആ മഴയും നമ്മുടെ വീടും. കഴിഞ്ഞ ദിവസം കണ്ട് കൂണ് കുറയ്ക്കാനായിട്ടൊക്കെ പോയേക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ വീഡിയോയും നിങ്ങൾ കാണണം, അവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ട് ചെയ്യണം കേട്ടോ. നിമിഷ പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടാട്ടോ. നിമിഷയുടെ ഒരു പാട്ടോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി യേശുവേ, നന്ദി യേശുപരാ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും